നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെപിസിസി പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും തുടങ്ങും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി CPIMന്റെ നേതൃത്വത്തിൽ ജില്ലയിലും ഒരുക്കങ്ങളായി. ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് CMP ജില്ലാ കൺവെൻഷൻ. സ്വച്ഛ് ഭാരതിന്റെ ആവേശവുമായി RSS BJP പ്രവർത്തകർ. RSS പ്രവർത്തകർ കാസർഗോഡ് നഗരം ശുചീകരിച്ചു. പുതിയകോട്ട കാരാട്ടുവയൽ ചെമ്മട്ടം വയൽ റോഡിന്റെ തകർച്ച. DYFI പ്രവർത്തകർ സമരം തുടങ്ങി. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ KSTA പ്രതിഷേധം. KSTA ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സംരക്ഷണ ജ്വാല ഒരുക്കി. പ്ലാസ്റ്റിക് പുതച്ച കൂരയ്ക്കുള്ളിൽ ഒരു കൊച്ചു ജീവിതമുണ്ട്. കൂട്ടായി ഒത്തിരി സങ്കടങ്ങളും. കമലാക്ഷിയമ്മ നയിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിത ജീവിതം. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും തുടക്കമാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ജനപക്ഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. ബാർക്കോഴ വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്ര പാർട്ടി നിലപാട് വ്യക്തമാക്കുന്ന വേദി കൂടിയായി മാറും. മതേതര കേരളം, അക്രമരഹിത കേരളം, ലഹരി വിമുക്ത കേരളം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ ജാഥ നയിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് കാസർഗോഡ് വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാസർഗോഡ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ പറഞ്ഞു. വടക്കൻ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഉജ്ജ്വലമായ പാരമ്പര്യവും പൈതൃകവും വിളിച്ചോതുന്ന രീതിയിൽ വർത്തമാന കാലഘട്ടത്തിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രസക്തമായ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഏറ്റവും ഉജ്ജ്വലമായ ജനപക്ഷയാത്ര ഈ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള കർമ്മപരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി ജില്ലയുടെ പാർട്ടിയിലെ എല്ലാ തലങ്ങളിലുമുള്ള നേതാക്കളും പ്രവർത്തകരും പോഷക സംഘടനാ പ്രവർത്തകരും നേതാക്കളും എല്ലാം ശക്തമായ നിലയിൽ ഇതിൻ്റെ പ്രവർത്തന രംഗത്താണ്. മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. 140 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന യാത്ര ഡിസംബർ 9 പാറശാലയിൽ സമാപിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി CPIMന്റെ നേതൃത്വത്തിൽ ജില്ലയിലും ഒരുക്കങ്ങൾ തുടങ്ങി. ശില്പശാല CPIM കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് MLA ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ജില്ലയിലും ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ശില്പശാല നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് ഇന്നിപ്പോ കാസർഗോഡ് ഞങ്ങളുടെ LDF UDF ഉള്ളൂ. കാസർഗോഡാണെങ്കിൽ LDF BJP. നമ്മുടെ കുളത്തിൽ നമ്മുടെ ആക്കാനോ അവരുടെ കുളത്തിൽ അവരുടെ ആക്കാനോ ഞാൻ പ്രസംഗിക്കുന്ന അത് നമ്മളതിന്റെ സംതൃപ്തി അറിഞ്ഞിരിക്കുക. നമ്മുടെ ആളുകൾ നമ്മളൊപ്പം നിർത്തണം. ജില്ലയിലെ CPIMന്റെ ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് CMP അരവിന്ദാക്ഷൻ വിഭാഗം ജില്ലാ കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട്ട് വെച്ചാണ് ജില്ലാ കൺവെൻഷൻ നടന്നത്. CMP ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്മേളനത്തിന്റെ തൊട്ടു പിന്നാലെ CMPയുടെ അരവിന്ദാക്ഷൻ ഗ്രൂപ്പിന്റെയും ജില്ലാ കൺവെൻഷനും കാഞ്ഞങ്ങാട്ട് നടന്നു. BJPയുടെ വർഗീയതയെയും കോൺഗ്രസിന്റെ അഴിമതിയെയും ചെറുക്കാൻ ഇടതുപക്ഷ ശക്തികൾക്കേ കഴിയൂ എന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ വ്യക്തമാക്കി. സംസ്ഥാന സെക്രട്ടറി MK കണ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. UDFിലെ രണ്ട് കക്ഷികളായ കേരള കോൺഗ്രസും മുസ്ലിം ലീഗുമായി ചില ധാരണകൾ ഉണ്ടാക്കുകയും ബാക്കി ഓസ്തൂർഗോ ഉൾപ്പെടെയുള്ള കേരളത്തിലെ 110 മണ്ഡലങ്ങളിൽ നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥികൾ സ്വതന്ത്രമായി മത്സരിക്കുകയും ചെയ്യുകയാണ്.
അന്ന് CPM ചെയ്തതുപോലെ മുസ്ലിം ലീഗുമായി ചില സീറ്റുകളിൽ ധാരണയും ചില സീറ്റുകളിൽ മത്സരവും എന്നൊരു അടവ് നയമാണ് 1965 തെരഞ്ഞെടുപ്പിൽ CPM സ്വീകരിച്ചതെന്ന് പറയുമ്പോൾ ആ സംവിധാനം ഒരു താൽക്കാലികമായ ഒരു അടവ് നയമാണ്. ടി മോഹനൻ അധ്യക്ഷനായി. കേന്ദ്ര കൗൺസിൽ അംഗം KN ചന്ദ്രൻ, ജ്യോതി ബാബു, ബൈജു, വിജയൻ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു. EV ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. ജ്യോതി ബാബുവിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. RSS പ്രവർത്തകർ മണിക്കൂറുകളോളം അധ്വാനം ആരാധനയാക്കിയപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ശുചിയായി. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് RSS പ്രവർത്തകർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം ശുചീകരിച്ചത്. മാലിന്യങ്ങൾ കുന്നുകൂടിയ പാതയോരവും കാടുകൾ വളർന്നും പോസ്റ്റൊട്ടിച്ചും വികൃതമാക്കിയ പുതിയ ബസ് സ്റ്റാൻഡ് സർക്കിളും പരിസരവും മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനങ്ങൾക്കൊടുവിൽ RSS പ്രവർത്തകർ വൃത്തിയാക്കി. ബസ് സ്റ്റാൻഡിനകത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പ്രവർത്തകർ നീക്കം ചെയ്തു. RSS നഗർശാഖയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തി. RSS കാസർഗോഡ് താലൂക്ക് സംഘചാലക് ദിനേശ് മടപ്പുര പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗർ കാര്യവാഹക് സുനിൽ, സേവാ പ്രമുഖ് ജയന്ത്, BJP സംസ്ഥാന സമിതി അംഗം P രമേശ്, കൗൺസിലർ സരിത തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വച്ഛ ഭാരത് പരിപാടിയുടെ ഭാഗമായി BJP മാവുങ്കാൽ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ വാരം ആചരിച്ചു. തുടർച്ചയായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം. സ്വച്ഛ് ഭാരത് പരിപാടിയുടെ ഭാഗമായി BJP ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവുങ്കാൽ ടൗൺ ശുചീകരിച്ചു. തുടർച്ചയായ ശുചീകരണം നടത്താനാണ് തീരുമാനമെന്ന് വാർഡംഗം ബാലകൃഷ്ണൻ പറഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് BJP ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് സുധാകരൻ കൊള്ളിക്കാട്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ, പഞ്ചായത്ത് സെക്രട്ടറി AK സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിന്റെ ഭാഗമെന്ന നിലയിലാണ് ഇന്ന് മാവുങ്കാലിലും ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ടൗൺ കമ്മിറ്റിയുടെ അംഗങ്ങൾ ക്ലീനിങ് ചെയ്യാനുള്ള ശുചിത്വ ഭാരതത്തിൻ്റെ ആ ഒരു പ്രാഥമികമായ ആ ഒരു കടമ നിറവേറ്റിക്കൊണ്ട് അതിൻ്റെ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ എല്ലാവരും ഈ ഒരു പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം പങ്കെടുക്കുകയും അങ്ങനെ നമ്മുടെ ഭാരതം മുഴുവൻ ഒരു വൃത്തിയുള്ള വെടിപ്പുള്ള മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ വാഹന പ്രചരണ ജാഥ പ്രയാണം ആരംഭിച്ചു. LIC കാസർഗോഡ് ബ്രാഞ്ച് ഓഫീസ് പരിസരത്ത് E ചന്ദ്രശേഖരൻ MLA ജാഥ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും നടത്തിയിട്ടുള്ള വലിയ പ്രയത്നം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വെയിലും മഴയും കൊള്ളാൻ തയ്യാറായി. എത്ര പ്രയാസകരമായ സാഹചര്യത്തിലും ചുറ്റുപാടിലും നേരം പുലരുമ്പോഴും രാത്രിയേറെ വൈകിയും ആളുകളെ കണ്ടെത്താൻ അവരെ പോളിസി ഉടമകളാക്കി മാറ്റാൻ ഒരേ സമയം പോളിസി ഉടമകൾക്ക് സംരക്ഷണം നൽകാനും സ്ഥാപനത്തിന് ഭദ്രത കൈവരുത്താനും തങ്ങളുടെ ഉപജീവനമാക്കുന്നതിനെയും ഏജന്റുമാരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുമല്ല അവർ നടത്തിയിട്ടുള്ള തീവ്രയത്നമാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനം ഇത്ര ശക്തമായ അടിത്തറയിൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കാസർഗോഡ് ബ്രാഞ്ച് പ്രസിഡന്റ് K വാസന്തി അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ K രാമചന്ദ്രൻ, കൂക്കൽ ബാലകൃഷ്ണൻ, AC നാരായണൻ, P ഭരതൻ, A അശോക് കുമാർ നീലേശ്വരം തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 2-3 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിന്റെയും 4-ാം തീയതി നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെയും പ്രചരണാർത്ഥമാണ് ജാഥ പര്യടനം നടത്തുന്നത്. ടൂറിസം മേഖലയിൽ ജില്ലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ വൻ വികസന കുതിപ്പുണ്ടാകുമെന്ന് മന്ത്രി KC ജോസഫ് അഭിപ്രായപ്പെട്ടു. സഹകരണ മേഖലയും സർക്കാർ സ്ഥാപനങ്ങളും ഈ ലക്ഷ്യത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീലേശ്വരം രാജാസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും പഞ്ചവാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നാരായണമാരാരെ സ്വീകരിച്ചണയിച്ചു. വാദ്യകലയുടെ ഉപാസകന് ആദരവും സ്നേഹവും പ്രകടിപ്പിച്ച നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിനെത്തിയിരുന്നു. സമാദരണ സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കലയും സംസ്കാരവും വളർന്നു വികസിക്കുമ്പോഴാണ് നാടിന്റെ യശസ്സും അഭിമാനവും ഉയരുന്നതെന്ന സൂചന നൽകിയാണ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത്. നമ്മുടെ നാടിന്റെ വലിയ ഒരു സാംസ്കാരിക പൈതൃകം നാളേക്ക് വേണ്ടി സംരക്ഷിക്കാനും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും നമുക്കെല്ലാം വലിയ ചുമതലയും ബാധ്യതയുമുണ്ട്. നമ്മുടെ ക്ഷേത്ര പരിസരങ്ങളിൽ വളർന്ന് വികസിച്ച് മുമ്പോട്ട് പോയ ക്ഷേത്രകലകൾ
കേരളത്തിന് ലോകത്തിന് മുന്നിൽ സമർപ്പിക്കാനുള്ള അപൂർവമായ സമ്പത്താണ് ഓരോ ക്ഷേത്ര കലകളും. കഥകളിയാണെങ്കിലും കൂടിയാട്ടമാണെങ്കിലും മോഹിനിയാട്ടമാണെങ്കിലും നമ്മുടെ വാദ്യ സംഗീതങ്ങളാണെങ്കിലും അതെല്ലാം അത്യപൂർവമായ നമ്മുടെ വലിയ ഒരു സമ്പത്താണ്. ഈ സമ്പത്ത് ഭാവി തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കണം. നമ്മുടെ സാംസ്കാരിക തനിമ സംരക്ഷിക്കാൻ സാധിക്കണം. കലാകാരന്മാരുടെ നല്ല കൂട്ടായ്മകളാണ് കേരളത്തിന്റെ എല്ലാ കാലത്തെയും വിലപ്പെട്ട സമ്പത്തെന്ന് അദ്ദേഹം പറഞ്ഞു. അനുഭവ സമ്പത്തുള്ള കലാകാരന്മാർ നമ്മുടെ നാടിന്റെ അഭിമാനമാണെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ പ്രൊഫസർ KP ജയരാജൻ ആദരപ്രഭാഷണം നടത്തി. വാദ്യകുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നീലേശ്വരം നാരായണമാരാരെ പൊന്നാട അണിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ KC മാനവർമ്മരാജയും വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ KP ജയരാജനും ചേർന്ന് വീരശൃംഖല സമർപ്പിച്ചു. കെ ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് KK നാരായണൻ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, MO വർഗീസ്, PM പ്രസന്നൻ, EV രാമകൃഷ്ണൻ, PU രാജൻ, KV വിനോദ്, നീലേശ്വരം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. മാങ്ങാട്ടുപറമ്പ് ജനമൈത്രി കേന്ദ്രം KAP 4-ന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പെരിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിശീലന ക്ലാസ് നടന്നത്. മാങ്ങാട്ടുപറമ്പ് ജനമൈത്രി കേന്ദ്രത്തിന്റെ സബ് കമ്മിറ്റികളൊന്നായ മൈത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പെരിയ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത്. സാന്ത്വന പരിചരണ പരിശീലന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. 300ഓളം ശയ്യാവലംബികളായിട്ടുള്ള രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുക, ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് വളരെ ജനകീയമായി നമ്മുടെ നാട്ടിലെ സാധാരണ കുടുംബങ്ങളിൽ ശയ്യാരോഗങ്ങളായി കിടപ്പിലായിരിക്കുന്ന രോഗികളെ പരിചരിക്കാൻ ആവശ്യമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമുക്ക് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സേവന സന്നദ്ധയായിട്ടുള്ള നഴ്സുമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് തന്നെ പ്രൊവൈഡ് ചെയ്ത ഒരു ജീപ്പും അതിനാവശ്യമായിട്ടുള്ള മറ്റ് പല ഉപകരണങ്ങളും അതുപോലെ തന്നെ മരുന്നുകളുമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയായി ഓരോ ദിവസവും കഴിയുമ്പോഴും പാലിയേറ്റീവ് കെയർ പദ്ധതി മാറുകയാണ്. മെഡിക്കൽ ഓഫീസർ P വിജയൻ അധ്യക്ഷനായി. വാർഡംഗം P മാധവൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കല്യാണി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. J വർഗീസ് സ്വാഗതവും ഫ്രാൻസിസ് അബ്രഹാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. CPIM അക്രമം നടത്തുന്നതായി ആരോപിച്ച് ഭാരതീയ ജനതാ പാർട്ടി പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കൂട്ടക്കനിയിലാണ് പ്രതിഷേധ യോഗം നടത്തിയത്. CPIM പ്രവർത്തകർ കൂട്ടക്കനി, കിഴക്കേക്കര, പള്ളിപ്പുഴ ഭാഗങ്ങളിൽ BJP പ്രവർത്തകരെ ആക്രമിക്കുകയാണെന്ന് BJP പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. അക്രമത്തെ പ്രതിഷേധിക്കാനായി കൂട്ടക്കനിയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പ്രതിഷേധ യോഗം BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി VV രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് മുക്കൂട് അധ്യക്ഷനായി. BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത്, മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിരാമൻ പുല്ലൂർ, ഗംഗാധരൻ തച്ചങ്ങാട്, അശോകൻ കോട്ടക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ദിനേശൻ കോട്ടക്കുന്ന് സ്വാഗതം പറഞ്ഞു. പ്ലാസ്റ്റിക് ടാർപ്പായയ്ക്ക് കീഴിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം കൂട്ടായി കമലാക്ഷി അമ്മയും മക്കളും അന്തിയുറങ്ങുന്നു. ഇവരുടെ സങ്കടങ്ങൾ കാണാൻ പക്ഷേ അധികൃതർ കണ്ണു തുറക്കുന്നില്ല. വീടോ പഠന സൗകര്യങ്ങളോ ഇല്ലാതെയാണ് വിധവയായ കമലാക്ഷിയും 2 മക്കളും ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. പ്ലാസ്റ്റിക് ടാർപ്പായ കൊണ്ട് മേൽക്കൂര തീർത്ത ഒറ്റമുറി വീടിനുള്ളിൽ വർഷങ്ങളായി കഴിയുന്ന ഇവർക്കാകട്ടെ നൽകിയിരിക്കുന്നത് APL കാർഡും. അതുകൊണ്ട് തന്നെ വൈദ്യുതി കിട്ടാത്ത ഇവർക്ക് ലഭിക്കുന്നത് 1/2 ലിറ്റർ മണ്ണെണ്ണ. പനത്തടി പഞ്ചായത്തിലെ കൊളപ്പുറം മാട്ടക്കുന്നിലെ പരേതനായ ശ്രീധരന്റെ ഭാര്യ കമലാക്ഷിയുടെയും 2 മക്കളെയുമാണ് അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത്. ശ്രീനിയും ഉണ്ണിയും വിദ്യാർത്ഥികളാണ്. കുടുംബസ്വത്തായി കിട്ടിയ 10 സെന്റ് സ്ഥലമുണ്ടെങ്കിലും കൂലിപ്പണിയെടുത്ത് ജീവിതം കഴിയുന്ന ഇവരുടെ അമ്മ കമലാക്ഷിക്ക് വീട് പണിയാനുള്ള പണവുമില്ല. പ്ലാസ്റ്റിക് ടാർപ്പായ വിരിച്ച് മേൽക്കൂര തീർത്ത ഒറ്റമുറിക്കൂരയിൽ വർഷങ്ങളായി ജീവിക്കുന്ന ഇവർക്ക് പഞ്ചായത്തും വീട് നൽകിയില്ല. 4 പ്രാവശ്യം വീടിന് അപേക്ഷിച്ചതായി കമലാക്ഷി പറയുന്നു. കിടക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ആകെയുള്ള ഒറ്റമുറിയിലാണ്. വളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം തരം വിദ്യാർത്ഥിയാണ് ശ്രീനി.
ഉണ്ണി ഇതേ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8 കിലോമീറ്റർ നടന്നാണ് ഇവർ സ്കൂളിൽ പോയി വരുന്നത്. ഇവരുടെ വീട്ടിലേക്ക് റോഡ് സൗകര്യവുമില്ല. 150 മീറ്റർ നടന്നാലേ മാട്ടക്കുന്ന് റോട്ടിലെത്തുകയുള്ളൂ. പട്ടികവർഗ വിഭാഗക്കാരായ ഇവർക്ക് പഞ്ചായത്ത് വഴി വീട് നൽകാൻ ഊരുകൂട്ടത്തിൽ തീരുമാനമായെങ്കിലും തീരുമാനം പഞ്ചായത്ത് ഭരണസമിതി അട്ടിമറിച്ചതായി ഊരുമൂപ്പൻ വിജയൻ മാട്ടക്കുന്ന് ആരോപിക്കുന്നു. പുതിയകോട്ട കാരാട്ടുവയൽ ചെമ്മട്ടംവയൽ റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. തകർന്നു കിടക്കുന്ന പുതിയകോട്ട കാരാട്ടുവയൽ ചെമ്മട്ടംവയൽ റോഡ് നന്നാക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പുതിയകോട്ടയിലാണ് സമരം നടന്നത്. ഡിവൈഎഫ്ഐ ബല്ല ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയാണ് സമരം സംഘടിപ്പിച്ചത്. റോഡ് ഉപരോധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാജ്മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ അവസ്ഥ നമുക്കറിയാം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഏതാണ്ട് എല്ലാ റോഡുകളുടെയും അവസ്ഥ ഇതുപോലെ തന്നെയാണ്. റോഡുകളുടെ മാത്രമല്ല, കാഞ്ഞങ്ങാട്ടെ മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ നമുക്കറിയാം. വികസന രംഗത്ത് തികഞ്ഞ പിന്തുണപ്പൻ നിലപാടാണ് കാഞ്ഞങ്ങാട്ടെ നഗരസഭാ ഭരണാധികാരികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കെ വി രതീഷ് അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി കെ നിശാന്ത്, വിപിൻ ബല്ല തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് KSTAയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജ്വാല തീർത്തു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് പരിപാടി നടന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പിന്തുടരുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജ്വാല തീർത്തത്. മാന്തോപ്പ് മൈതാനിയിൽ നടന്ന പരിപാടി ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുകയും അടിക്കടി കേരളത്തിലെ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഫലമായി രാജ്യത്തെ മറ്റേത് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഏത് സംസ്ഥാനത്തു നിന്നും വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ പുരോഗതി കൈവരിക്കുകയും ചെയ്തു വന്നപ്പോൾ പൊതുവെ സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റമായതുകൊണ്ട് നോക്കത്താ ദൂരത്തുണ്ടായിരുന്ന ഈ മേഖലയിൽ പോലും ഇപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരികയും ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി തലത്തിലുള്ള സ്കൂളുകളും കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെയുള്ളതെല്ലാം നമുക്ക് വരാൻ തുടങ്ങി. KSTA സംസ്ഥാന സെക്രട്ടറി KC ഹരികൃഷ്ണൻ, KSTA നേതാക്കളായ KV ഗോവിന്ദൻ, M ബാലകൃഷ്ണൻ, CM മീനാകുമാരി, A പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. KSTA ജില്ലാ സെക്രട്ടറി K രാഘവൻ സ്വാഗതവും TV ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുച്ചിലോട്ട് പ്രാദേശിക കമ്മിറ്റിയുടെ വാർഷികാഘോഷവും SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മുച്ചിലോട്ട് പ്രാദേശിക കമ്മിറ്റിയുടെ വാർഷികാഘോഷം മലബാർ ദേവസ്വം ബോർഡ് അംഗം രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികൾക്ക് വെള്ളിക്കോത്ത് കുമാരൻ കോമരം ഉപഹാരം നൽകി. ദിവാകരൻ വിഷ്ണുമംഗലം മുഖ്യാതിഥിയായി. PV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നാരായണൻ കുളത്തിങ്കാൽ, KPV ബാലൻ, യമുന ബാലൻ, MV മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചന്തുഞ്ഞി മണലിൽ സ്വാഗതവും AV രാജീവൻ നന്ദിയും പറഞ്ഞു. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിലെ പുത്തരി വെള്ളാട്ടം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിലെ പുത്തരി വെള്ളാട്ട ഉത്സവം സമാപിച്ചു. പുത്തരി വെള്ളാട്ടത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. അന്നദാനവും നടന്നു. കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം 2015 ജനുവരി 30 ആരംഭിക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ജനുവരി 30 മുതൽ ഫെബ്രുവരി 3 വരെ തീയതികളിൽ നടക്കും. കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള കിഴക്കങ്കര കാഴ്ച സമർപ്പണവും മറ്റ് അനുബന്ധ പരിപാടികളും കളിയാട്ടത്തിന്റെ ഭാഗമായി നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ദേവസ്ഥാനം ജനറൽ സെക്രട്ടറി K വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. TV ഗോപി അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ VV കോരൻ, KV കുഞ്ഞിക്കണ്ണൻ, K അമ്പാടി, അനന്തൻ AK തുടങ്ങിയവർ സംസാരിച്ചു. തമ്പാൻ തോട്ടത്തിൽ സ്വാഗതവും B ചെറുഞ്ഞി നന്ദിയും പറഞ്ഞു. കാഴ്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി ചെയർമാനായി AK അനന്തനെയും വൈസ് ചെയർമാൻമാരായി B ചെറുഞ്ഞി, വിനോദ് മാവുങ്കാൽ,
ജനറൽ കൺവീനറായി തമ്പാൻ ചൈതന്യ, മറ്റ് കൺവീനർമാരായി വി നാരായണൻ, ടി.ആർ. പുഷ്പൻ, കെ.വി. ദിനേശൻ ട്രഷറർ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. അടോട്ട് കൂലോത്തുവളപ്പ് മുത്തപ്പൻ മടപ്പുര ഗുളികൻ സ്ഥാനത്ത് പുത്തരി വെള്ളാട്ടം നടന്നു. നൂറുകണക്കിന് ഭക്തർ എത്തിച്ചേർന്നു. അടോട്ട് കൂലോത്തുവളപ്പ് മുത്തപ്പൻ മടപ്പുര ഗുളികൻ സ്ഥാനത്ത് പുത്തരി വെള്ളാട്ട മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. മഹോത്സവത്തിൽ പങ്കാളികളാവാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തിച്ചേർന്നു. പ്രസാദ വിതരണം നടന്നു. കേരള വാണിയ സമുദായ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല ചരിത്ര സംഗമം സംഘടിപ്പിക്കുന്നു. സംഘാടക സമിതി രൂപീകരിച്ചു. കേരള വാണിയ സമുദായ സമിതിയുടെ നേതൃത്വത്തിൽ മാതോത്ത് വെച്ച് നവംബർ അവസാന വാരമാണ് ചരിത്ര സംഗമം സംഘടിപ്പിക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗം കരുവള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരം ഉദ്ഘാടനം ചെയ്തു. അതായത് നമ്മളിപ്പോൾ അതിൽ നിന്ന് ആവശ്യപ്പെട്ട ആൾക്കാരെ അതായത് മുന്നോട്ട് വന്നുകൊണ്ട് നമുക്ക് വിജയപ്രദമാക്കി തരാൻ എല്ലാവരും കൂടെ സഹായിക്കണം. അതേമാതിരി ബാക്കി എല്ലാ ജില്ലകളും നമുക്ക് കാസർഗോഡ് ജില്ലക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ട് നമ്മളും അതേമാതിരി നമ്മൾ ഓരോ ബന്ധുക്കളും ഇത് മാത്രം പോരാ. ഇന്ന് ഈ സംഘാടക സമിതിയായിട്ട് വെച്ചുപോയാൽ പോരാ. നമുക്ക് ചെറിയ കാലം മാത്രമേ സമയം മാത്രമേ ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ നമ്മൾ എവിടെയെങ്കിലും ഓരോ വീട്ടിലും കയറിയാക്കി എല്ലാ സ്ഥലങ്ങളും എല്ലാ വീടും ഒഴിവാക്കാതെയുണ്ട് ഒന്ന് പ്രയത്നിച്ച് നമ്മൾ കൂട്ടായ്മയോട് പോയിട്ട് നമുക്ക് ഈ ചരിത്ര സംഘവും വിജയപ്രദമാക്കി തരണം പറഞ്ഞുകൊണ്ട് ഈ എല്ലാ ആശംസകളും. സംസ്ഥാന പ്രസിഡന്റ് പി വിശ്വനാഥനെ ചെയർമാനായും KPV ബാലനെ കൺവീനറായും വി നാരായണനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. സംഘാടക സമിതി രക്ഷാധികാരികളായി പ്രമോദ് കോമരം, വെള്ളിക്കോത്ത് കുമാരൻ കോമരം എന്നിവരെയും തെരഞ്ഞെടുത്തു. സത്യസായി സേവാ സംഘടന ജില്ലാ കോർഡിനേറ്റർ MV ശിവദാസ് പെരുമാളിന്റെ വേർപാട് നൊമ്പരമായി. മൃതദേഹം കാഞ്ഞങ്ങാട്ട് പൊതുദർശനത്തിന് വെച്ചു. റിട്ടയർഡ് KSCB സീനിയർ സൂപ്രണ്ടായ ശിവദാസ് പെരുമാൾ വർഷങ്ങളായി സേവാ സമിതിയുടെ പ്രവർത്തകനായിരുന്നു. തിരുവല്ല സ്വദേശിയായ പെരുമാൾ കാഞ്ഞങ്ങാട്ടായിരുന്നു താമസം. കാർഷിക വികസന ബാങ്കിൽ നിന്നും വിരമിച്ച റിട്ടയർഡ് അസിസ്റ്റന്റ് മാനേജർ ലീലയാണ് ഭാര്യ. സായി നിമിത മകളാണ്. മൃതദേഹം കാഞ്ഞങ്ങാട്ട് സത്യസേവാ മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്ര ചൊവ്വാഴ്ച കാസർഗോഡ് നിന്നും തുടങ്ങും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി CPIMന്റെ നേതൃത്വത്തിൽ ജില്ലയിലും ഒരുക്കങ്ങളായി. ശില്പശാല കാഞ്ഞങ്ങാട്ട് നടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് CMP ജില്ലാ കൺവെൻഷൻ. സ്വച്ഛ് ഭാരതിന്റെ ആവേശവുമായി RSS BJP പ്രവർത്തകർ. RSS പ്രവർത്തകർ കാസർഗോഡ് നഗരം ശുചീകരിച്ചു. പുതിയകോട്ട കാരാട്ടുവയൽ ചെമ്മട്ടംവയൽ റോഡിന്റെ തകർച്ച. DYFI പ്രവർത്തകർ സമരം തുടങ്ങി. സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ KSTA പ്രതിഷേധം. KSTA ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് സംരക്ഷണ ജ്വാല ഒരുക്കി. പ്ലാസ്റ്റിക് പുതച്ച കൂരയ്ക്കുള്ളിൽ ഒരു കൊച്ചു ജീവിതമുണ്ട്. കൂട്ടായി ഒത്തിരി സങ്കടങ്ങളും. കമലാക്ഷിയമ്മ നയിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിത ജീവിതം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.